ഓം ഗും ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 70. സുദർശന ശാപമോക്ഷം ശംഖചൂഡപദം അരിഷ്ടപദം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. ഇതിൻ ത്വയീരസാകുലം രമിത വല്ലഭേ വല്ലഭാഹ കഥാ വിപുരമംബികാമതിരംബികാ കാനനെ സമേത്യ ഭവദാ സമം നിശേവ്യ ദിവ്യോത്സവം സുഖം സുഷൂരഗ്രസീർവിജമുഗ്രനാഗസ്തരാ. അന്വയം അർത്ഥം. ഇതി പ്രകാരം തൊയി അങ്ങ് രസാകുലം സന്തോഷം കൊണ്ട് പരവശമാകത്തക്കവണ്ണം രമിതവല്ലഭേ രമിക്കപ്പെട്ട പ്രേമ ഭാജനങ്ങളോട് കൂടിയവനായിരിക്കുമ്പോൾ പുന പിന്നീട് കഥാപി ഒരിക്കൽ വല്ലവ ഗോപന്മാർ അംബികാ കമിതു ശിവന്റെ പുരം ക്ഷേത്രത്തെ അംബികാ കാനനെ അംബികാവനത്തിൽ ഭവദാസമം അങ്ങയോടുകൂടി സമേത്യ പ്രാപിച്ചിട്ട് നിശി രാത്രിയിൽ ദിവ്യോത്സവം ശിവന്റെ ദിവ്യമായ ഉത്സവത്തെ നിഷേവ്യ സേവിച്ചിട്ട് സുഖം സുഖമാകും വണ്ണം സുഷുഭു ഉറങ്ങി തഥാ അപ്പോൾ ഉഗ്രനാഗ ഭയങ്കര സർപ്പം വൃജവം ഗോപനായകനായ നന്ദനനെ അഗ്രസീത് പിടികൂടി. ഹരിവു. സാരം: സന്തോഷം കൊണ്ട് മതിമറന്നു പോകത്തക്ക രീതിയിൽ ഗോപസ്ത്രീകളെ രമിപ്പിച്ചതിന് ശേഷം ഭഗവാൻ ലീലകൾ അവസാനിപ്പിച്ച് അംബികാവനത്തിലുള്ള ശിവക്ഷേത്രത്തിലെത്തി കുളിച്ച് പാർവതീ പരമേശ്വരന്മാരെ വന്ദിച്ച് രാത്രിയിൽ അവിടെ നടന്ന ഉത്സവത്തിൽ പങ്കുകൊണ്ടിട്ട് സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ അതിഭയങ്കരനായ ഒരു സർപ്പം നന്ദനെ വിഴുങ്ങി. ഹരിവു. ഓം ഗും ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. സമുന്മുഖം അധോൽമുഖൈ അഭിഹദേപി തസ്മിൻ ബലാൻ അമുഞ്ചതി ഭവൻപദേ നൃപതി പാകി പാകീതിദൈ തഥാ കലു പദാ ഭവാൻ സമുപഗമ്യ പസ്പർശദം ബഭൂസാച നിജാം തനും സമുപസാദ്യ വൈദ്യാധരിം. അന്വയം അർത്ഥം. അഥ അതിനുശേഷം ഉൽമുഖൈ തീക്കൊള്ളികൊണ്ട് ബലാൻ ശക്തിയോടുകൂടി അഭിഹതേ അഭി അടിച്ചുവെങ്കിലും തസ്മിൻ ആ സർപ്പം അമുഞ്ചതി കാലിൽ നിന്ന് വിട്ടു മാറാറായപ്പോൾ തൈ ആ ഗോപന്മാരാൽ പാകി പാകി ഇതി രക്ഷിച്ചാലും എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് സമുപഗമ്യ സമീപത്ത് വന്നു. ഭവത് പദേ അങ്ങയുടെ കാൽക്കൽ നൃപതതി തഥാ ഖലു വീണപ്പോൾ ഭവാൻ അങ്ങ് സമുന്മുഖം വിങ്ങൽ കൊണ്ട് അസ്വസ്ഥനായി തം ആ പെരുമ്പാമ്പിനെ പാദം കൊണ്ട് സ്പർശിച്ചിട്ട് സാച്ച ആ നാഗമാകട്ടെ നിജം സ്വന്തം വൈദ്യധാരിയും ധനും ഗന്ധർവന്റെ ശരീരത്തെ സമുപാസാദ്യ സ്വീകരിച്ചിട്ട് ബഭൗ ശോഭിച്ചു. ഹരിവു. സാരം: നന്ദനെ പാമ്പ് വിഴുങ്ങിയപ്പോൾ ഗോപന്മാർ തീക്കൊള്ളി കൊണ്ട് അതിനെ പ്രഹരിച്ചു. എന്നിട്ടും അത് വിട്ടുമാറിയില്ല. അപ്പോൾ അവർ ഭഗവാന്റെ രക്ഷയ്ക്കായി ശരണം പ്രാപിച്ചു. ഭഗവാൻ അതിനെ പാദം കൊണ്ട് സ്പർശിച്ചു. അത് വിദ്യാധര രൂപം പ്രാപിച്ച് സ്വർലോകത്തേക്ക് പോയി.